എന്താണ് ഫിഫയുടെ നേതാക്കന്മാര് ഈ പാവങ്ങളുടെ ഗ്രൗണ്ടില്? ഈ ഗ്രൗണ്ടിലല്ലേ ഞങ്ങളും കളിച്ചു വളർന്നത്. നിങ്ങൾ ടീമിലേക്ക് ആളെ എടുക്കാനുള്ള വേൾഡ് ടൂറിലാണെന്ന് കേട്ടല്ലോ. യുണൈറ്റഡിന്റെ, മാഞ്ചസ്റ്ററിന്റെ, ലിവർപൂളിന്റെ ഒക്കെ കളിക്കാരെ കച്ചവടമാക്കി ഇത്രയും വേഗം തിരിച്ചെത്തിയോ? കാലുമ കഴിയുള്ള ചുള്ളന്മാരെ അന്വേഷിച്ച് നമ്മൾ പലയിടത്തും പോയിന്ന് വരും. ഓഹോ, എങ്കി ഇപ്പൊ എന്താ ഇങ്ങോട്ട്? അറക്കാനാണോ വളർത്താനാണോ എന്നറിയാണ്ട് കൊക്കോന്ന് പറഞ്ഞ് കൊത്താൻ വരല്ലേ പായ. നിങ്ങൾ കാര്യം പറ കോയക്ക. ഇന്നലെ കണ്ണൂർ ഫൈറ്റേഴ്സ് ആയിട്ടായിരുന്നു കളി, ഫൈനലായിരുന്നു. 11 നമ്പർ ജേഴ്സിയാണ് സുധീർ. കളി നമ്മൾ ഡ്രോ ആയി. പരിക്ക് പറ്റിയ കളിക്കാർക്ക് പകരം ഇന്ന് നിങ്ങൾക്ക് 3-4 പേർക്ക് ഇറങ്ങാം. വേറൊന്നുമല്ല, ഇത് കളി ഫൈനൽ ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഞങ്ങള് 3-4 പേരായിട്ട് ഇറങ്ങൂലെന്നോ നിങ്ങൾക്കറിയാലോ. വേണ്ട, നിങ്ങൾ 7 പേരും കൂടി ഇറങ്ങിക്കാം. നിങ്ങൾ 7 കൂടി ആവുമ്പോൾ നല്ല കോർഡിനേഷനും ഉണ്ടാവും. കുറെ കാലമായാലും നിങ്ങൾ നമ്മളോട് അന്വേഷിക്കണേ. ഏതായാലും ഇന്ന് അത് സാധിപ്പിച്ചു തരാൻ തീരുമാനിച്ച്. എന്താ കാണാരാ? വാസ്തവം ഉറപ്പിക്കാൻ പറ്റേ. ആദ്യം റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യണ്ടേ? അതെ, സ്ട്രൈക്കേഴ്സിന് സെലക്ഷൻ കിട്ടാന്ന് തന്നെ അതൊരു റെമ്യൂണറേഷൻ അല്ലേ? നമ്മളെ ടീം കളിച്ച് തുടങ്ങിയവരാ പിന്നെ കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി കുപ്പായിട്ടെ. ആ കഥ കുറെ കേട്ടതല്ലേ. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യക്കാര്, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ആദ്യമേ പറയണം. പൊര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റൂ. വെട്ട് ആട്ടെ, എന്താ ഡിമാൻഡ്? അത്ര വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ഓരോ ജോഡി സ്പോർട്സ് ഷൂ ഞങ്ങൾ പറയണ ബ്രാൻഡിലും, ഓരോ ഷർട്ടും പാന്റും, പിന്നെ ഒരു $1000 പോക്കറ്റ് മണി. ഇതിലും ഭേദം ലിവർപൂളും മാഞ്ചസ്റ്ററും ഒക്കെ തന്നെ. വേണ്ട, ബാർഗനിങ് ഒന്നും വേണ്ട. റെഡിയാണെ കൈയടിക്ക്.